ഹെൽമറ്റ്, സീറ്റ് ബെൽറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. തന്നെ കാറാണ് ഓടിക്കുന്നത്. എങ്ങനെയാണ്, എന്താണ് ചേട്ടന്റെ ഉദ്ദേശം? കവി എന്റെ ഉദ്ദേശിച്ച തെളിച്ച് എന്താണ്? ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ ഈ സർക്കാർ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിക്കുമായിരുന്നു. എടാ, എന്നെ ഊതാനല്ല പറഞ്ഞത്, നീ ഇടയിലോട്ട് ഊതാനാ പറഞ്ഞത്. ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹെൽമറ്റ് വെച്ച് ബൈക്കിന് സീറ്റ് ബെൽറ്റ് ഇല്ലല്ലോ. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ബൈക്കിന് സീറ്റ് ബെൽറ്റ് ഇല്ലല്ലോ. ബുദ്ധിജീവിടാ, പക്ഷെ എങ്കിലും ഞാനത് എന്റെ ഒരു അരയിൽ ഒരു കയറെങ്കിലും ആണെന്നും കെട്ടിയിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത്. വേദനയോടെ ഞാൻ മനസ്സിലാക്കി, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന മാടമ്പിള്ളിയിലെ യഥാർത്ഥ മനോരോഗി എന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയാണെന്ന്. ബൈക്ക് ഞാൻ ഇന്ന് എടുത്തില്ല, അപ്പൊ കാർ എടുത്തു. എങ്കിലും എന്റെ സേഫ്റ്റി ഞാൻ നോക്കണമല്ലോ. വേണം അത് വേണം. കാറിനകത്ത് നിന്ന് ഒരു സാധനം ഇങ്ങനെ ഇടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ തെറിച്ച് വന്ന് മുഖം മൂടും എന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല. പക്ഷെ ഇതേ വരെ ഇടിക്കാത്ത കാരണം ഈ സാധനം വരുമല്ലോ എന്ന് എനിക്കൊരു ഉറപ്പില്ല. ഈ മാതിരി സാധനത്തിനെ ഒന്നും ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾക്കുള്ള ഒരു സംശയം, താങ്കൾ പണ്ടത്തെ മാലമോഷണം ബൈക്കിലുള്ളത് നിർത്തിയിട്ട് കാറിലാക്കി എന്നൊക്കെ ഇങ്ങനെ ഒരു സംശയം ദുരൂഹമായിട്ടുള്ള സാഹചര്യത്തിലാണ്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ സാധനം ഇതിനകത്ത് ഇന്നിങ്ങനെ പൊങ്ങി വന്ന് എന്റെ മുഖം മറച്ച് എന്നെ രക്ഷിക്കൂ എന്നുള്ളൊരു തോന്നലൊന്നും എനിക്കില്ല. അതോ വണ്ടി എന്റെ നേരെ വരുവാണെങ്കിൽ ഞാൻ ഈ ഗ്ലാസ് അങ്ങ് താക്കും. എന്നിട്ട് ഈ ഗ്ലാസ് താക്കുമ്പോഴത്തേക്കിന് എന്റെ സേഫ്റ്റിയാണ്. എന്റെ മുഖത്തിന് ഒരു കുഴപ്പം വരത്തില്ല. എന്റെ മറ്റുള്ള അവയവങ്ങൾ പോവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ മുഖം പോകാതെ എനിക്ക് രക്ഷിക്കണം. ഇന്നലെ ഒരു പോലീസുകാരൻ തലയ്ക്കൊരു അടി കൊടുത്തു. അത് പിന്നെ ഇങ്ങനെ ചെറുപ്പം മുതലേ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഇട്ട് സൂക്ഷിക്കുന്ന ഒരു ചെറുപ്പം മുതലേ ഞാൻ ഫെയർ ആൻഡ് ലവ്ലി ഒക്കെ ഇട്ട് സൂക്ഷിക്കുന്ന ഒരു താൻ എവിടെ നിന്ന് വന്ന് രാവിലെ കുറ്റിയും പറഞ്ഞു. ഒരു ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോ മേളിൽ നിന്നൊരു തേക്കിന്റെ കമ്പൊടിഞ്ഞ് വീണിട്ട് എന്റെ ആസ്പെറ്റോ ഷീറ്റ് തകർന്ന് വീണിട്ട് എന്റെ തലയിൽ ഒരു പീസ് വീണു. എന്തായാലും കണ്ണ് കാണാത്ത പീസാ, അല്ലെങ്കിൽ വെന്റെ കൂടെ പോവോ? ചെറിയൊരു മുറിവുള്ളായിരുന്നു. എങ്കിലും ഞാൻ ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പോലും ഈ ഹെൽമെറ്റ് ഉപയോഗിക്കാറ്. അടിപൊളി. പീതാംബര സാറ്